ഹായ്, ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് ചക്കയും എല്ലും ഒന്ന് വെച്ച് നോക്കിയാലോ. എല്ലാവരും കപ്പയും എല്ലും അല്ലേ വെച്ച് നോക്കും. നമുക്കിന്ന് ചക്കയും എല്ലും ഒന്ന് വെച്ച് നോക്കാം. അതിന് വേണ്ടി കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട്, കുറച്ച് 1 കിലോ എല്ലും അതിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ട പൊടികളാണ് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ തന്നെ ഗരം മസാലയും എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടി നമുക്ക് തേങ്ങ വേണം. തേങ്ങ വറുത്തരച്ചാണല്ലോ വെക്കുന്നത്. തേങ്ങ എടുക്കണം. തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. തീ കുറച്ചിട്ട് വേണം എന്നിട്ട് ഇളക്കി കൊടുക്കാനായിട്ട്. തേങ്ങ വറക്കുന്ന നേരം കൊണ്ട് എല്ല്, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് 2-3 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം. ആ സമയത്ത് തേങ്ങ നന്നായിട്ട് വറുത്ത് വന്നു. ഇനി മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തീ കുറച്ചിട്ട് വേണേ വറുത്തെടുക്കാൻ വേണ്ടി, അല്ല പെട്ടെന്ന് പൊടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പൊടി നന്നായിട്ട് വറുത്തു. ഇനി അത് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കാം. ആ സമയത്ത് ചക്കയൊന്ന് വേവിച്ചെടുത്താലോ. ചക്കയ്ക്ക് വേണ്ട അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 2-3 വെളുത്തുള്ളി, 3-4 ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും. അത് സാധാരണ നമ്മൾ ചക്കയ്ക്ക് അരയ്ക്കുന്ന പോലെ തന്നെ അരച്ചെടുക്കാം. തേങ്ങയൊക്കെ വറുത്തെടുക്കുന്ന സമയം കൊണ്ട് എല്ല് നന്നായിട്ട് വെന്തു നെയ്യൊക്കെ ഇറങ്ങി. ഇനി അരിഞ്ഞ് നമ്മൾ കുറച്ച് സബോള, ഒരു അരമുറി, ഒരു സബോള അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇതിനകത്തോട്ടിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. എല്ലിൻ്റെ കൂടെ തന്നെയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇട്ടിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇറച്ചി ഏകദേശം വെന്തതായിരുന്നല്ലോ. 1 വിസിൽ മതി. 1 വിസിൽ വരുന്നിടം വരെ കുക്കർ അടച്ച് വെച്ചത് വേവിക്കാം. ഇതുണ്ട്, നന്നായിട്ട് വെന്തു, നെയ്യെല്ലാം ഇറങ്ങി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇനി കടുക് പൊട്ടിക്കാം. ചട്ടി അടുപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളി അരിഞ്ഞ് നന്നായിട്ട് മൂപ്പിച്ചിട്ടിട്ട് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അരപ്പൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേന് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഇറച്ചി ഇതിൽ ചേർത്ത് കൊടുക്കാം. നല്ല നെയ്യുള്ള ഇറച്ചി ആയതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇറച്ചി നന്നായിട്ടൊന്ന് അരപ്പിനകത്തൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേന് എല്ലിട്ട് കൊടുത്ത് നന്നായിട്ട് അരപ്പിൽ ഇളക്കി കൊടുക്കണം. അരപ്പ് മിക്സ് ചെയ്ത് കൊടുക്കണേ. നെയ്യുള്ള ഇറച്ചിയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്, കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇനി കുറച്ചായിട്ട് വേവിച്ച് വെച്ച് ചക്ക ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കണം. കുറച്ച് ഇട്ട് ഇളക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ചക്കയാകുമ്പോഴേ കുഴഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ഇട്ടിട്ട് എല്ലായിടത്തും ചക്കയിൽ ഇറച്ചി എല്ലാം പറ്റുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. തീ കുറച്ചിട്ടിട്ട് മൂടി വെക്കാം. ഒന്നും കൂടെ എന്നിട്ട് ഇളക്കി കൊടുക്കണം. നെയ്യ് എല്ലായിടത്തും കൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടി പിന്നെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചക്കയെല്ലും ഇവിടെ റെഡിയായി. നമ്മുടെ ചക്കയെല്ലൂടെ റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇന്നെല്ലാവരും ഇതുണ്ടാക്കി നോക്കി കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണം. എന്നിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.